ഇന്ന് നമുക്ക് AI ടൂൾസ് ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് 10 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് എങ്ങനെ നല്ലൊരു PPT ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഗാമ എയും ചാറ്റ് GPT ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഗൂഗിളിൽ പോയിട്ട് ചാറ്റ് GPT എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ചാറ്റ് GPTയുടെ തന്നെ 3 ഓപ്ഷൻസ് വരും. അതിൽ സ്കോളർ GPT എടുത്താൽ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കണ്ടൻറ്റ് ആയിരിക്കും അതിൽ വരുന്നത്. അപ്പോൾ ചാറ്റ് GPT ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈസിയാണ്. നമ്മുടെ ഇമെയിൽ ID മാത്രം മതി അതിന് ശേഷം മെസ്സേജിൻ്റെ ഒരു സ്പേസ് കാണാം. അവിടെ നിങ്ങൾക്ക് പോയിട്ട് ഏത് കണ്ടൻറ്റാണോ വേണ്ടത് അതിൽ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ കരിക്കുലം ആൻഡ് ജെൻഡർ ഇഷ്യൂസ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതൊരു 300 വേർഡ്സ് ഒരു എസ്സേ രൂപത്തിൽ ടെക്സ്റ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് PPT പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ 300 വേർഡ്സിൽ കരിക്കുലം ആൻഡ് ജെൻഡർ ഇഷ്യൂസിൻ്റെ ടോപ്പിക്കിൻ്റെ ആൻസറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 300 വേർഡ്സിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കരിക്കുലം ആൻഡ് ജെൻഡർ ഇഷ്യൂസ് കണ്ടൻറ്റ് കിട്ടും. ഇനി ഈ കണ്ടൻറ്റിനെ നമ്മൾ നമുക്ക് ഗാമ AI ഉപയോഗിച്ചിട്ടാണ് PPT നമ്മൾ തയ്യാറാക്കുക. അപ്പോൾ ഈ പേജ് നമുക്ക് മിനിമൈസ് ചെയ്തിട്ടിട്ട് ഗൂഗിളിൽ തന്നെ വേറൊരു പേജ് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ വീണ്ടും ഇപ്പോൾ നമ്മൾ ഇതിൽ ഓൾറെഡി കണ്ടൻറ്റ് കിട്ടി. ഗൂഗിളിൽ പോയിട്ട് നമുക്ക് ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു ഗാമ AI എന്നൊരു ഇത് കാണാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഗാമ AI ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് ഈ ഇൻ്റർഫേസ് ഇങ്ങനെ കാണുന്നത്. ഈ ഗാമ AI ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ക്രിയേറ്റ് ന്യൂ എന്നൊരു ഇത് കാണാം നിങ്ങൾക്ക് അല്ലേ, ക്രിയേറ്റ് ന്യൂ. അത് അവിടെ പ്രസ് ചെയ്യുക നമ്മൾ. അപ്പോൾ നമ്മൾ എന്താണ് PPT ക്രിയേറ്റ് ചെയ്യുകയാണ്. നമുക്ക് ടെക്സ്റ്റ് ഓൾറെഡി ചാറ്റ് GPTയിലുണ്ട്. ഞാൻ ഓൾറെഡി ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്ത PPT എല്ലാം അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്രിയേറ്റ് വിത്ത് AIയിൽ പേസ്റ്റ് ഇൻ ടെക്സ്റ്റ്, ജനറേറ്റ്, ഇമ്പോർട്ട് ഫയൽ, ഇങ്ങനെ 3 ഓപ്ഷൻ കാണാം. ഈ പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യുക. നമ്മൾ വീണ്ടും എവിടെ പോകണം, ചാറ്റ് GPT പോയി അവിടെ നിന്ന് കോപ്പി പേസ്റ്റിനിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ടൻറ്റ് ഓൾറെഡി ഈ ഗാമ AI പേജിലുണ്ട്. അതിൻ്റെ ലാസ്റ്റ് നമുക്ക് കണ്ടിന്യൂ എന്നൊരു ബട്ടൺ കാണാം. പ്രസൻറ്റേഷനാണ് നമുക്ക് വേണ്ടത്. പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്തു. വീണ്ടും കണ്ടിന്യൂ സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ടെക്സ്റ്റ് കണ്ടൻറ്റ് എങ്ങനെ വേണം എന്ന് നോക്കാം. ജനറേറ്റ് വേണോ, കണ്ടൻസ് വേണോ, പ്രിസർവ് വേണോ, മീഡിയം ഫോമിൽ വേണോ, ബ്രീഫായിട്ട് വേണോ, ഡീറ്റെയിൽഡ് ആയിട്ട് വേണോ. അപ്പോൾ ഞാനിതിൽ നമ്മൾ PPT ജനറേറ്റ് ചെയ്യാനുള്ള ജനറേറ്റ് ബട്ടൺ പ്രസ് ചെയ്തു, മീഡിയം ബട്ടണും പ്രസ് ചെയ്തു. അതിനുശേഷം താഴെ നമുക്കിത് എഡ്യൂക്കേറ്റേഴ്സിനും സ്റ്റുഡൻസിനും വേണ്ടതാണ്. അങ്ങനെ എന്തൊക്കെ സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് കാണാം അവിടെ ലാംഗ്വേജിൻ്റെ ഇത്. അപ്പോൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇമേജ് നമുക്ക് എത്ര സ്ലൈഡിൽ വേണം. അപ്പോൾ 8 കാർഡ് മുതൽ താഴേക്ക് നമുക്ക് കുറയ്ക്കാം. 6, 4 കാർഡ് അങ്ങനെ ആക്കാം. അതല്ലെങ്കിൽ 12 കാർഡ് വരെ സ്ലൈഡ് വരെ നമുക്ക് ആക്കാം. അപ്പോൾ ഇതിൽ ഈ ഫോർമാറ്റ് എങ്ങനെ വേണം അങ്ങനത്തെ പല ഓപ്ഷൻസും ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം. അതിനുശേഷം എത്ര കാർഡ് വേണം എന്നുള്ളത് 8 കാർഡ്സ് ടോട്ടൽ എന്നാണ് ഇവിടെ ഇത് ചെയ്യുക. അപ്പോൾ ആഡ് കാർഡ് നമുക്ക് ചെയ്യാം. കാർഡുകൾ കൂട്ടണോ കുറയ്ക്കണോ അത് നമുക്ക് ചെയ്യാം. ഇനി ഇപ്പോൾ അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മളപ്പോൾ കാർഡും സെലക്ട് ചെയ്തു എത്ര കാർഡ് വേണമെന്ന്. അതിന് ശേഷം വീണ്ടും നമ്മളിത് നമ്പർ ഓഫ് കാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സൈഡിലായിട്ട് ടൈറ്റിൽ, ബോഡി, ലിങ്ക് അങ്ങനെ പല ഓപ്ഷൻസ് കാണാം. ഇൻ്റർഫേസ് കാണാം അല്ലേ. അതിൽ ഏതാണോ സ്ലൈഡ്, ഏത് കളറാണോ വേണ്ടത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ അതോ നിങ്ങൾക്ക് കളർഫുൾ ആയിട്ടുള്ള സ്ലൈഡ് വേണോ, അത് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ജനറേറ്റിൽ പ്രസ് ചെയ്യുക. ആ പേജിൻ്റെ മുകളിലായിട്ട് ജനറേറ്റ് കാണാം. ജനറേറ്റിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു സ്ലൈഡ് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ജനറേറ്റിൽ പോയിട്ട് പ്രസ് ചെയ്തു. ഇപ്പോൾ നമുക്ക് PPT ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് 8 സ്ലൈഡാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ 8 സ്ലൈഡിലായിട്ട് നമ്മുടെ ചാറ്റ് GPTയിൽ നമുക്ക് കിട്ടിയ കണ്ടൻ്റ് എല്ലാം ഇവിടെ PPT ആയിട്ട് ജനറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ ഒരു സ്ലൈഡ്, 2 സ്ലൈഡ് അങ്ങനെ ജനറേറ്റ് ആകുമ്പോൾ നമ്പർ ഓഫ് സ്ലൈഡ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 8 സ്ലൈഡാണ് നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ 8 കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മളുടെ PPT റെഡി ആയിട്ടുള്ളത് മനസ്സിലാവും. അപ്പോൾ PPT റെഡി ആവുന്നവരെ ഒരു 1-2 മിനിറ്റ് അതിലെടുക്കുകയുള്ളൂ. PPT റെഡി ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇപ്പോൾ യുവർ ഗാമ ഹാസ് ഫിനിഷ്ഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ 3 ഡോട്ട്സ് കാണാം അവിടെ.
അതിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണും. ആ എക്സ്പോർട്ട് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം? PDF ആയിട്ടോ PPT ആയിട്ടോ അല്ലെങ്കിൽ PNG ആയിട്ടോ എക്സ്പോർട്ട് ചെയ്യാം. നമുക്കിവിടെ PPT പവർ പോയിൻ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ പവർ പോയിൻറ്റിൽ പ്രസ് ചെയ്യാം. പവർ പോയിൻറ്റിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ എക്സ്പോർട്ടിങ് PPT എന്ന് കാണാൻ പറ്റും. ഇത് എക്സ്പോർട്ടായിട്ട് നമ്മുടെ ഡൗൺലോഡ്സിൽ സ്റ്റോർ ചെയ്ത് കിടപ്പുണ്ടാവും. എക്സ്പോർട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് PPT ആയിട്ട് അവിടെ നിന്ന് എടുക്കാം. ഡൗൺലോഡ്സിൽ നിന്ന് നമുക്ക് എടുക്കാം. യുവർ എക്സ്പോർട്ട് ഈസ് റെഡി എന്ന് കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഡൗൺലോഡ്സിൽ നോക്കിയാൽ നമുക്ക് കാണാം. ഡൗൺലോഡ്സിൽ PPT ആയിട്ട് നമ്മുടെ ജെൻഡർ ഇൻക്ലൂസിവിറ്റി ഇൻ എഡ്യൂക്കേഷൻ നമുക്ക് കാണാം. ജെൻഡർ റെപ്രസെൻറ്റേഷൻ പല നമ്പർ ഓഫ് സ്ലൈഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കളർഫുള്ളായിട്ടുള്ളൊരു സ്ലൈഡ് ഇപ്പോൾ റെഡിയായി.